നേപ്പാളിലേക്കുള്ള പാസ് കിട്ടിയിട്ടുണ്ട്. ഇത് ഇന്ത്യയിൽ ഇപ്പൊ 2022 10-ാം തീയതി 12-ാം മാസം. നേപ്പാൾ ഇപ്പൊ 2079, അതായത് 9-ാം മാസം. ഞങ്ങളിപ്പോ ഫ്യൂച്ചറിലാണ് ഇപ്പൊ ഉള്ളത്. ഫ്യൂച്ചർ ഇനി പാസിലേക്ക് ഞങ്ങൾ എത്താനായിട്ട് ഏകദേശം 10 ദിവസങ്ങൾ പിടിക്കും. ഗൈസ്, ഹൈവേയില് കരിമ്പ് ജ്യൂസ് കണ്ടു കഴിഞ്ഞാൽ നമ്മ അപ്പം തന്നെ അടിക്കും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഫ്രണ്ടില് കാണുന്ന കരിമ്പ് കടയിൽ ബാക്കിൽ തേയിലത്തോട്ടം, കൂടെ കരിമ്പ്. നമ്മളോടൊക്കെ മൂന്നാറ് മലകളിലാണ് തേയിലത്തോട്ടം. പ്ലെയിൻ ലാൻഡിലാണ്. നോക്കൂ, താഴ്ത്താണ്. അതിന്റെ അർത്ഥം നമ്മൾ ഓൾറെഡി ഹൈറ്റിലാണ്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞങ്ങളിപ്പോ സിലിഗുരിയിൽ നിന്ന് ഇറങ്ങി. ഒരാൾക്ക് ജീവിക്കാനുള്ള ബുദ്ധിയാണിത്. അതെ, നമ്മുടെ നാട്ടിലാണ് ഈ MVD വന്നിട്ട് ഈ ബൈക്ക് എടുത്ത് മനസ്സിലായ അയാളുടെ ഒരു ഫൈൻ അടച്ച്. അതെ, ഇയാളെ കൊണ്ടിട്ട് 50,000 ഫൈൻ എടുപ്പിക്കുക അവര്. ആകെ 40 രൂപയുടെ കരിമ്പ് ഉണ്ടാവുള്ളൂ ഇവിടെ. അതെ, ജനങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഗവൺമെന്റിന്റെ ഒരു പ്രസ്ഥാനവും. അങ്ങനെയുണ്ട് തന്നെ കരിമ്പ്. ഇതിന്റെ പ്രത്യേകത എന്താ? ഹൈവേയിൽ കരിമ്പ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആനക്കൂട്ടങ്ങൾ വരുമ്പോൾ ഈ കരിമ്പാണ് കഴിക്കുന്നത്. നമ്മളും അപ്പോൾ ആനക്കൂട്ടമാണെന്നാണ് നമ്മ പറഞ്ഞു വരുന്നത്. ഒരുപക്ഷെ പ്ലാസ്റ്റിക്കിനെ സൂക്ഷിച്ചെങ്കിൽ അതിന്റെ ഒരു ക്വാളിറ്റി നമ്മ അതിലും കണ്ടേനെ. അതെ, കലിപ്പില്ല, സമ്മതിക്കില്ല. മറ്റേ പെർമിറ്റ് എടുത്ത റേറ്റ് ഓർമ്മ ഉണ്ട്? 5400 ഓടിയാണ്. പഞ്ചാബിലെ പോലെ പാട്ടൊക്കെ പാടുമെങ്കിൽ കൂടെ നമ്മളെ ഇവിടെയും എഞ്ചിനീയേഴ്സ് ഉണ്ട് കേട്ടാ. വേറെ ചില സ്ഥലങ്ങളിലൊക്കെ ആനനെ വെച്ച് ചവിട്ടിപ്പിടിക്കുകയാണ് പതിവ്. നാട്ടിൽ മാത്രമല്ല ചായപ്പൊടി എല്ലായിടത്തും ഉണ്ടാക്കാം. ഇവിടെ നിന്നാണ് പെർമിറ്റ് എടുക്കേണ്ടത് നമ്മള്. കൈപ്പണിയാണ്, മാൻ പവറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഹീറോ ഹോണ്ടയുടെ CD Deluxe ആണ്. ആ ബൈക്കിൽ ഇതിൽ കാണാൻ സെറ്റ് ചെയ്തതാണ്. ഒരു വ്യത്യസ്തമായ ഒരു കാണാൻ പറ്റും. വ്യത്യസ്തമായൊരു വണ്ടി. ഹേയ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നാണ് നമ്മൾ ആദ്യമായിട്ട് റോഡ് മാർഗം വേറൊരു രാജ്യത്തേക്ക് കടക്കാൻ പോണത്. ആ രാജ്യമാണ് നേപ്പാൾ. അപ്പോൾ നേപ്പാളിലുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ ഈ വരും വീഡിയോസിലും വരും സീനിലൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യണത് തന്നെ ഒരു കരിമ്പിൻ ജ്യൂസ് കുടിച്ചുകൊണ്ടാണ്. ഞങ്ങളങ്ങനെ ഹോട്ടൽ പ്രിയാൻഷുവിനോടൊക്കെ വിട പറഞ്ഞ് നമ്മൾ നേരെ പോണത് പാനിട്ടങ്കി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. പാനിട്ടങ്കി എന്ന് പറയുന്നത് ഒരു ബോർഡർ ടൗൺ ആണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ നേപ്പാളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിയിലാണ് നമ്മൾ ഈ കരിമ്പിൻ ജ്യൂസ് സെറ്റപ്പ് കണ്ടത്.
നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ എന്ന് പറയാൻ പറ്റില്ല, രാവിലെ കഴിഞ്ഞൊരു ഉച്ച സമയം, ഒരു 11:30 മണിയായിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്തപ്പോൾ. അങ്ങനെ നമ്മൾ കരിമ്പിൻ ജ്യൂസിൻ്റെ അവിടെ വണ്ടി നിർത്തി. നമ്മൾ 5 കരിമ്പിൻ ജ്യൂസ് പറഞ്ഞ് ഒരു കരിമ്പിന് 20 രൂപ വെച്ച്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പിന്നെയും വെച്ചിട്ട് ചവിട്ടിപ്പിഴിക്ക് കരിമ്പ് കൊള്ളാം. വേറെ ഫ്ലേവർ ഒന്നും ചേർത്തിട്ടില്ല, പച്ചക്കറിന്റെ ടേസ്റ്റ് ആണ്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. മധുരമുണ്ടോ? മധുരമുണ്ട്. എത്രയാണ് ഇതിന്? അവര് പറയാട്ടോ. ചോദിച്ചു എത്ര? 200. ടേസ്റ്റ് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമ്മ ഓരോന്നും കൂടെ എക്സ്ട്രാ ഉണ്ട്. നല്ല മധുരമുണ്ട്, അപ്പോൾ കൊള്ളാം. സംഭവം മൂപ്പറെടുത്ത് ബൈക്കും അതിൻ്റെ കണക്ഷൻസും ഉണ്ടെങ്കിലും അത് യൂസ് ചെയ്തിട്ട് ഇത് ഇറക്കാനുള്ള ബുദ്ധി എഞ്ചിനീയറിനാണ്. പുള്ളിക്കാരൻ നിൽക്കുന്നത് ഒരു മരത്തിന്റെ തണലാണ്. അതുകൂടാതെ ഒരു കൊടയുണ്ട് പുള്ളിക്കാരൻ്റെ. എനിക്ക് തോന്നുന്നു വളരെ ശാന്തമായിട്ടാണ് പുള്ളിക്കാരൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോലെ നമ്മൾ ടൗണിൽ നിന്ന് വന്ന പോലെ ടെൻഷനോ ബാക്കി കാര്യങ്ങളോ പുള്ളിക്കാരൻ്റെ മുഖത്ത് കാണുന്നില്ല. പക്ഷെ ജീവിക്കാനുള്ള ഒരു ഇഷ്ടമുണ്ട്. അതുണ്ടാവണമല്ലോ. അതുപോലെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ, ഈ വണ്ടി ഇയാൾ ഘടിപ്പിച്ചേക്കണത് ഇയാളുടെ സ്കൂട്ടറിലാണെന്ന് വെച്ചാൽ ഈ ഹീറോ ഹോണ്ട ബൈക്കിൻ്റെ ബാക്ക് ടയർ അഴിച്ച് മാറ്റിയിട്ടാണ് ഈ കരിമ്പിൻ്റെ സെറ്റപ്പ് ഇയാൾ ഫിറ്റ് ചെയ്തേക്കണത്. ഇതൊരു സാധനമാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൈവേയിലാണ് നേരത്തെ കരിമ്പ് പിടിച്ച സ്ഥലം. ഇത് നമ്മളവിടെയൊക്കെ ആടിനെ കൊണ്ടുപോകുന്നതാണ്, സ്കൂൾ പിള്ളേരെ കൊണ്ടുപോകുന്നത്. വളരെ സെക്യൂർഡായിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്. പിള്ളേരൊക്കെ നോക്കി വളരെ സെക്യൂർഡായിട്ട് നമ്മുടെ ഒരു സംസ്ഥാനത്ത് പിള്ളേരെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അങ്ങനെ നമ്മൾ കരിമ്പിൻ ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഒരു വണ്ടി വന്ന് നിർത്തി. ആ വണ്ടിയുടെ ഒരു ലോറിയാണ് ആ വണ്ടി. ആ ലോറിയുടെ ഉള്ളിൽ നിറച്ച് സ്കൂളിൽ പോണ പിള്ളേരായിരുന്നു. അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാൽ, ആ സ്കൂളിൽ പോണ സ്കൂൾ ബസ്സോ അല്ലെങ്കിൽ നമ്മൾ ഈ പിള്ളേരെ ഓട്ടോയിൽ അല്ലെങ്കിൽ വാനിലൊക്കെ നമ്മൾ സ്കൂളിൽ കൊണ്ടാക്കൂലേ, ആ ഒരു സെറ്റപ്പാണ് ഇവിടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ ഇത്രയും ഡേഞ്ചറസ് ആയിട്ട്, ഇത്രയും അൺസേഫായിട്ട് പിള്ളേരെ വിടുന്ന മാതാപിതാക്കളും ഇതിന് കൂട്ടു നിൽക്കുന്ന ഗവൺമെൻറ്റും ഇവിടുത്തെ ആൾക്കാരും ഇവരുടെ ചിന്താഗതി എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഇതിനൊന്നും കാശില്ലാത്തതുകൊണ്ടിട്ടല്ലല്ലോ. പക്ഷേ എനിക്ക് ആ നിസ്സഹായാവസ്ഥയാണ്, അല്ലെങ്കിൽ അവർക്ക് വിവരമില്ലാത്തതുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. വിവരമില്ലാത്തതുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇത്രയും അൺസേഫായിട്ട് ആരാണ് പിള്ളേരെ ഇതുപോലെ വിടുന്നത്? അത് കണ്ട് നമ്മളെല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽപ്പുണ്ട്, എന്താണ് ഈ സെറ്റപ്പ് എന്ന്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ നടക്കും. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഫ്രീക്ക് അടിക്കും പിടിച്ചിട്ട് ആൾക്കാർ. ഈ മൂടൊന്നും നമ്മുടെ നാട്ടിൽ നടക്കൂല. ഇതാ കാനഡയിൽ പോണതിന്റെ ചെലവായിട്ട് ഞങ്ങൾ എല്ലാവരും നേപ്പാൾ വരെ കൊണ്ടുപോകണാണ്. ഫുൾ പേയ്മെന്റ് ഇതാണ്. 200 കൊടുത്താ വന്നത്. ചില്ലറില്ലെങ്കിൽ നമ്മൾ അതിനും കൂടി കുടിക്കുക, അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? വിഷമമുണ്ട് പുള്ളിക്കാരൻ. ആ ഒരു ഈ നോട്ടിന് പൊതുവെ ഇഷ്ടമല്ല, കിട്ടി. നോട്ടിനെ കുറിച്ച് പറഞ്ഞത്, നീ നോട്ടിനെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടത്. അങ്ങനെ നമ്മ ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് നേരെ പാനിട്ടങ്കിലേക്ക് വണ്ടി എടുത്തു. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പാനിട്ടങ്കി എന്ന് പറയുന്നത് ഇൻഡോ നേപ്പാൾ ബോർഡറിലുള്ള ഒരു ടൗണാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് നേപ്പാളികളും ഉണ്ട്, ഒരുപാട് ഇന്ത്യക്കാരും ഉണ്ട്. സിലിഗുരിയിൽ നിന്ന് ഏതാണ്ട് 30 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു ടൗൺ സ്ഥിതി ചെയ്യുക. അപ്പോൾ ഈ പാനിട്ടങ്കി ബോർഡറിൽ നിന്ന് നേരെ നമ്മൾ നേപ്പാളിലേക്ക് ക്രോസ് ചെയ്ത നേപ്പാളിൻ്റെ ഫസ്റ്റ് ടൗൺ എന്ന് പറയുന്നത് കാക്കർബിട്ട എന്ന് പറയുന്ന ഒരു ടൗണാണ്. അപ്പോൾ ഈ ഒരു കാക്കർബിട്ടയിലേക്കാണ് നമ്മൾ നേരെ ചെന്ന് കയറുന്നത്. പിന്നെ ഈ ടൗണിൽ തന്നെ ഒരു കുന്ന് കടകമ്പോളങ്ങളുണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്ക് എന്ത് സാധനവും കിട്ടും. എന്ത് സാധനം എന്ന് വെച്ചാൽ എന്ത് നേപ്പാളി ഐറ്റവും നിങ്ങൾക്ക് കിട്ടും, എന്ത് ഇന്ത്യൻ ഐറ്റവും നിങ്ങൾക്ക് കിട്ടും.
അങ്ങനത്തെ ഒരു ടൗണാണിത്. കാരണം ഇതൊരു ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഇത് ആക്ച്വലി ഒരു മേജർ ട്രാൻസിറ്റ് പോയിൻ്റാണ് ട്രാവലേഴ്സിനും ഈ കച്ചവടക്കാർക്കും വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് കച്ചവട പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല. ഇപ്പോൾ ഈ തിരക്കൊക്കെ തരാണ്ടില്ലേ, ഭയങ്കര തിരക്കായിരുന്നു. അതായത് നമുക്ക് വണ്ടി എടുത്ത് കുത്തിക്കയറ്റി പോക്ക് നടക്കുള്ളൂ. അല്ലാതെ ഒരു ഫ്രീ പാസ് എന്നുള്ളൊരു സെറ്റപ്പ് ഈ ഒരു സ്ഥലത്ത് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് വൈബ്രൻ്റ് ആണ്, ഇല്ലെന്ന് പറയല്ല. പിന്നെ നല്ല ചൂടും നല്ല പൊടിയും ഉണ്ടായിരുന്നു. കുറേ ആൾക്കാരുടെ ഒച്ചയും ബഹളവും വണ്ടിയുടെ ശബ്ദവും ഇതൊക്കെ തന്നെ മെയിൻ സെറ്റപ്പ്. പിന്നെ ഈ ബോർഡറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കാൽനട യാത്രക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫ്രീ പാസ്സാണ്. നിങ്ങൾ ഇന്ത്യനോ നേപ്പാളിയോ ആണെങ്കിൽ നിങ്ങൾക്ക് കാൽനട യാത്രയിലൂടെ ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ബോർഡർ കടക്കാൻ പറ്റും. വണ്ടിയുള്ളവർക്ക് വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കാണിക്കേണ്ടി വരും. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് നേപ്പാളിലേക്ക് റോഡ് വഴി കടക്കണം എന്നാണെങ്കിൽ മൊത്തം 6 വഴിയിലൂടെ നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്ക് കടക്കാം. അതിൽ 2 റൂട്ട് ഉത്തർപ്രദേശിൽ നിന്നും 2 റൂട്ട് ബീഹാറിൽ നിന്നും പിന്നെ 1 റൂട്ട് വെസ്റ്റ് ബംഗാളിൽ നിന്നും 1 റൂട്ട് ഉത്തരാഖണ്ഡിൽ നിന്നും. ഇതിൽ വെസ്റ്റ് ബംഗാൾ റൂട്ട് വഴിയാണ് നമ്മൾ നേപ്പാളിലേക്ക് കടന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ 2 റൂട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതിലൊരു റൂട്ടാണ് നമ്മളിപ്പോൾ കയറി പോണ റൂട്ട്, അതായത് പാനിട്ടങ്കി കാക്കർബിട്ട റൂട്ട്. നമ്മൾ തിരിച്ചിറങ്ങി വരുന്നത് ഈ റൂട്ട് വഴിയല്ല, നമ്മൾ തിരിച്ചിറങ്ങി വരുന്നത് ബീഹാർ വഴിയാണ്. അതായത് ബീഹാറിലേക്കാണ് നമ്മൾ നേരെ കയറണത്, ഇന്ത്യൻ സംസ്ഥാനത്തേക്ക് നേപ്പാളിൽ നിന്ന്. ആ റൂട്ടാണ് റക്സോൾ ടു ബീർഗഞ്ച് ബോർഡർ. അപ്പോൾ ഇതിൻ്റെ അത് നമ്മൾ 2 റൂട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നേപ്പാളിലേക്ക് റോഡ് വഴി പോകണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഏത് റൂട്ട് പോകണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾ പരിഗണിക്കേണ്ട റൂട്ട് അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കുറച്ച് റൂട്ടിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. ഇതിലിപ്പോൾ നമ്മളിപ്പോൾ നേരെ നേപ്പാളിലേക്ക് കയറാൻ റൂട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഏതാണ്ട് മനസ്സിലായെന്ന് വിചാരിക്കണം. എനിക്കിതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ള റൂട്ട് ഉത്തരാഖണ്ഡ് റൂട്ടാണ്. അതായത് ബംബാസ മഹേന്ദ്രനഗർ ബോർഡർ. ആ വഴി നൈസ് സീനിക് വൈബുള്ള വഴിയാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ട്രാവലേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും അതൊക്കെ ഇഷ്ടപ്പെടുമല്ലോ. ഒരു വാണ്ടർലസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായാലും കാടും മലയൊക്കെ ഇഷ്ടമായിരിക്കും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു റൂട്ടാണ് ബംബാസ മഹേന്ദ്രനഗർ ബോർഡർ. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്രൗഡ് വളരെ കുറവായിരിക്കും ഈ ഒരു ബോർഡർ റൂട്ടിൽ. നമ്മളൊക്കെ ഇപ്പോൾ ഈ വന്ന ബോർഡർ എന്നൊക്കെ പറയുമ്പോൾ മലയും താഴ്വരയൊന്നും സൈഡില്ലാത്തതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും. മറ്റേത് ഇത്രയും പ്രശ്നം അവിടെ വന്നില്ല. പിന്നെ ബോർഡർ ക്രോസ് ചെയ്യണതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ജാതകങ്ങൾ നിങ്ങൾ എടുക്കുക. എന്നുവെച്ചാൽ ഇന്ത്യൻ പാസ്പോർട്ട് അല്ലെങ്കിൽ വോട്ടർ ID അല്ലെങ്കിൽ ആധാർ കാർഡ് എന്തായാലും നിർബന്ധമാണ്. ഇനി നിങ്ങൾ സ്വന്തം വണ്ടിക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ബുക്കും പേപ്പറെല്ലാം പക്കയായിരിക്കണം, ഇൻഷുറൻസ് ഉണ്ടാവണം. വേറെ സെറ്റപ്പൊന്നുമില്ല, ബാക്കിയെല്ലാം ഈസിയാണ്. അങ്ങനെ നമ്മളൊരു പാലം കയറി ഇറങ്ങി ഒരു ലെഫ്റ്റ് സൈഡിൽ ഓഫീസ് പോലെ കാണുന്ന സ്ഥലത്ത് വണ്ടി ഒതുക്കാൻ പറയും. അതായത് ഈ നേപ്പാളിൽ നിന്ന് നമുക്ക് പെർമിറ്റ് കിട്ടണം, എന്നാൽ മാത്രമേ നമുക്ക് മുന്നിലേക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ എത്ര നാളുണ്ടാവും, നമ്മൾ എന്തിനു വന്ന്, നമ്മുടെ പരിപാടി എന്താണ്, നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എന്താണ്, ഇതൊക്കെ തന്നെ പരിപാടി. നമുക്കറിയില്ല ഇതിൻ്റെ പേപ്പർ വർക്ക് എങ്ങനെയാണ് സെറ്റപ്പ് ഒന്നും നമുക്കറിയില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ഉള്ളൊരു ഏജൻറ്റിനെ കണ്ട്, ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ, ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഏജൻറ്റ് ഉണ്ടാവും. പുള്ളിക്കാരനോട് കാര്യം പറഞ്ഞ് അങ്ങനെ പുള്ളിക്കാരൻ വഴി നമുക്ക് 10 ദിവസത്തെ പെർമിറ്റ് നടപടിയാക്കി. അപ്പോൾ ഇതാണ് പെർമിറ്റ് ഇമിഗ്രേഷൻ എടുക്കുന്ന ഓഫീസ്. ഓക്കെ, പുറത്തമ്മ ഒരാളെടുത്ത് പോയിക്കണല്ല, അയാൾ 200, 250, 300 രൂപ ഡെയിലി ഒരു വെഹിക്കിളിന് മേടിക്കും. അതപ്പ് അവിടെ 150 രൂപ ഇരിക്കണം പരിപാടിക്ക്. നമ്മുടെ ഗാഡി ഇവിടെയാണ് പിള്ളേരിക്കണം. കണ്ടില്ലേ, ഇത് ട്രെയിനി, ഇത് പൊറിഞ്ച്, പനിയുണ്ട് മൂക്കറോടെ. पैसा गूगल पे करेगा? गूगल पे नेपाल में नहीं है? नेपाल में नहीं है। സിദാൻ ആദ്യമായിട്ടല്ല, ഇപ്പൊ 2ാമതായിട്ടല്ലേ മറ്റൊരു രാജ്യത്തേക്ക് കിടക്കുന്നത്. പക്ഷെ ബൈക്കിൽ ആദ്യമായിട്ടല്ലേ താങ്കൾ കിടക്കുന്നത്? ബൈക്കിൽ ആദ്യമായിട്ടാണ് ഞാൻ കിടക്കുന്നത്. മറ്റൊരു രാജ്യത്തേക്ക് കടന്നപ്പോൾ താങ്കൾക്കുണ്ടായ അനുഭവ പ്രതിനിധിയുടെ രോമാഞ്ച പുളിക്കത്തിന്റെ നിഗൂഢത എന്താണ്? നല്ല ചൂടിലൂടെയാണ് ഞാൻ അടുത്ത രാജ്യത്തേക്ക് കടന്നത്. ഇപ്പൊ ഒരു തണലത്തിരിക്കുന്നു. ഓക്കെ, ഇനിയിപ്പോ അങ്ങോട്ടേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. വേറെ അനുഭവം അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ വേണ്ടിയ അനുഭവം ഇല്ല. നേപ്പാൾ ഒരു ചായ കുടിച്ച് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. സമയം ഇപ്പൊ എത്ര? 2:12 ആയിട്ടുള്ളൂ. സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയൊരു ടൈമാണ്.
അതെ. നേപ്പാൾ സ്പെഷ്യൽ ഫുഡ് നോക്കിയാച്ചാനെ. അപ്പോൾ ഗായ്സ് നമുക്ക് പെർമിറ്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 10 ഇത് ഇന്ത്യൻ ഡേറ്റ്. ഓക്കെ, ഇത് ഇന്ത്യക്കാരുടെ ഡേറ്റ്. ആൻഡ് ദിസ് ഈസ് നേപ്പാൾസ് ഡേറ്റ് 2079 8 മാസം 24 തീയതി. ദിസ് ഇസ് ഡിഫറെൻറ്റ് ഷിറ്റ് ബ്രോ, ഐ ലൈക്ക് ഇറ്റ്. ഇത് നമ്മ ഓരോരുത്തരുടെ കൈ പിടിച്ചോ, ഇത് കാണിക്കേണ്ട ഒരു ഇടക്കിടക്ക് പോയി ദോതം കാണിച്ചാൽ മതി. നമുക്കങ്ങനെ പെർമിറ്റ് പരിപാടിയൊക്കെ കിട്ടി. ഇനി നമ്മൾ നേരെ നേപ്പാളിലേക്കാണ്. And I find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set them rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this really happening? I can't believe it's true. I'm just as surprised as you. Is this really happening? I can't be too sure, but one day I'll be yours again. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ നേപ്പാൾ ബോർഡർ കടന്ന് ഇന്ത്യ ബോർഡർ കടന്ന് നേരെ കയറി ചെല്ലണത് കാക്കർബിട്ട എന്ന് പറയുന്ന ഒരു ടൗണിലേക്കാണ്. നമുക്കപ്പോഴും അറിയില്ല നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. പക്ഷെ നമുക്ക് എത്തിച്ചേരേണ്ട ഡെസ്റ്റിനേഷൻ കാത്മണ്ഡു ആണെന്ന് മാത്രം അറിയാം. അപ്പോൾ നമ്മൾ കാത്മണ്ഡുവിലേക്ക് നോക്കിയപ്പോൾ കാക്കർബിട്ടയിൽ നിന്ന് കാത്മണ്ഡുവിലേക്ക് ഏകദേശം ഒരു 487 കിലോമീറ്റർ ഉണ്ട്. അതായത് 12 മണിക്കൂറും 21 മിനിറ്റും. ആ ഒരു ദൈർഘ്യം കണ്ടപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കി ഒറ്റ സ്ട്രെച്ചിന് നമുക്ക് വണ്ടി ഓടിച്ച് കാത്മണ്ഡു പിടിക്കാൻ പറ്റില്ല. അതുമാത്രമല്ല, കാത്മണ്ഡുവിലേക്ക് പോണ വഴിക്ക് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാനുണ്ട്. അതൊക്കെ നമുക്ക് ഡേ ലൈറ്റിൽ കാണേണ്ടതുമുണ്ട്. അതൊന്നും ഡേ ലൈറ്റിൽ കാണാതെ നമ്മൾ വെറുതെ വലിച്ചു പിടിച്ച് കാത്മണ്ഡുവിൽ എത്തിയിട്ടൊരു കാര്യമില്ലല്ലോ. നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇന്നത്തെ ദിവസം എവിടെയെങ്കിലും സ്റ്റേ എടുക്കാമെന്ന് വിചാരിച്ച് ഹൈവേയിൽ തന്നെ. I sit here looking for an answer. Maybe the biggest question was in the last chapter. You gave me the soul I have today. Without you I never could have moved away. But now I see what you teach. I do believe I always should have stayed. Yeah. Is this really happening? I can't believe it's true. I'm just as surprised as you. Is this really happening? I can't be too sure, but one day I'll be yours again. One day I'll be One day I'll be അപ്പോൾ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചായ ഒന്നും ഞങ്ങൾ കുടിച്ചിട്ടില്ല. ഞങ്ങൾ ആകെ ആ ദിവസത്തിൽ കരിമ്പിൻ ജ്യൂസ് മാത്രമേ കുടിച്ചിട്ടുള്ളൂ. നിലവിൽ ഇപ്പോൾ ഏതാണ്ട് ഉച്ച കഴിഞ്ഞ് ഏകദേശം ഒരു 3 മണിയൊക്കെ ആവാനായി. അപ്പോൾ ഒരു ചായ എന്തായാലും കുടിക്കണം. എനിക്കെന്തായാലും ചായ മസ്റ്റാണ് എല്ലാ ദിവസവും. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചായക്കടയിൽ നിന്ന് അപ്പിയാണ് ഇപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ കാര്യത്തിൽ ഞങ്ങൾ എക്സൈറ്റഡ് ആയിരുന്നു. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഭക്ഷണവും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ ചായേൻ്റെ ടേസ്റ്റ് എന്താണ്, അതുപോലെ ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് എന്താണ്, ഇവിടുത്തെ ആൾക്കാരുടെ മൂഡ് എന്താണ്, ഇവിടുത്തെ ട്രാഫിക് സെറ്റപ്പ് എന്താണ്, ഇവിടുത്തെ കൾച്ചറൽ ഇമ്പോർട്ടൻസ് എന്താണ്, അങ്ങനെ പല കാര്യങ്ങളിൽ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. അവരെ എന്തൊക്കെ മൂടാ ചിന്തിച്ചേക്കണമെന്ന് എനിക്കറിയില്ല. അവരും ഇതൊക്കെ തന്നെയായിരിക്കും ചിന്തിച്ചേക്കണം. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് പറയാൻ പറ്റില്ല, എനിക്കറിയാതിരുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ മൈൻഡിൽ ഇന്ത്യ ബോർഡർ കടന്നാൽ നമ്മൾ നേരെ നേപ്പാൾ മലനിരകളിലേക്ക് കയറുമെന്നായിരുന്നു എൻ്റെ ഒരു മൈൻഡിൽ. പക്ഷെ അതങ്ങനെയല്ല എന്ന് ബോർഡർ കടന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കണം. കാരണം ബോർഡർ കടന്ന് ഇപ്പോഴും നമ്മൾ നിരപ്പായിട്ടുള്ള റോട്ടിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ
അപ്പോൾ ബോർഡർ കടക്കുമ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ നേപ്പാൾ ബോർഡർ കടന്ന് ഇനി നമ്മൾ മലയിലേക്കായിരിക്കും കയറണം, കുറച്ച് തണുപ്പൊക്കെ കിട്ടും. പക്ഷേ എവിടെ ഈ പോക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കണായിരുന്നു. നമ്മൾ ഈ ചായ കുടിക്കാൻ വേണ്ടി പോണ പോക്കിൽ നേപ്പാളിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. നേപ്പാൾ എന്ന് പറയുന്നത് ഒരു ഹിമാലയൻ രാഷ്ട്രമാണ്. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഉയരം കൂടിയ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു രാജ്യത്താണ്. ഏതാണ് ഉയരം കൂടിയ കൊടുമുടി എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. കൊടുമുടിയല്ല, കൊടുമുടി. അപ്പോൾ അത് അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യും. പിന്നെ നേപ്പാൾ എന്ന് പറയുന്ന ഒരു രാജ്യം ഒരു സ്പിരിച്വൽ ഡെസ്റ്റിനേഷനും കൂടിയാണ്. അതായത് അവിടെ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന റിലീജിയൻ എന്ന് പറയുന്നത് 81% ഹിന്ദു മതവിശ്വാസവും 8% ബുദ്ധമത വിശ്വാസവും 5% ഇസ്ലാമും 3% കിരാട്ട് എന്ന് പറയുന്നൊരു വിശ്വാസവും പിന്നെ 1.8% ക്രിസ്ത്യൻ മതവിശ്വാസവുമാണ്. അതും എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു ഇൻഫോർമേഷനായിരുന്നു. കാരണം എന്താ വെച്ചാൽ എന്നെ സംബന്ധിച്ച് ബുദ്ധൻ ജനിച്ച നാട് നേപ്പാളായതുകൊണ്ട് ഞാൻ വിചാരിച്ചത് നേപ്പാളിലുള്ള എല്ലാവരും ബുദ്ധമത വിശ്വാസികളായിരിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ സ്പിരിച്വലായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ അവിടെ കാണാനുണ്ട്. അതിൽ മെയിനായിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ പശുപതിനാഥ് ടെമ്പിള്, ലുംബിനി എന്ന് പറയുന്ന സ്ഥലമാണ് ബുദ്ധൻ്റെ ബർത്ത് പ്ലേസ്. അതുപോലെ സ്വയംഭൂനാഥ് ടെമ്പിള്, അതുപോലെ ജനക്പൂറിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യും. പിന്നെ ഈ നേപ്പാൾ രാജ്യത്തിൻ്റെ മെയിൻ വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ടൂറിസമാണ്, സർവീസ് സെക്ടർ. മെയിനായിട്ട് അവിടെയുള്ള ഒരുപാട് ഹിമാലയൻ മലനിരകളുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ പറയുന്ന രാജ്യത്ത് വരാറുണ്ട്. ടൂറിസം ഇവരുടെ മെയിൻ ഒരു വരുമാന സ്രോതസ്സാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വന്നത് അഗ്രികൾച്ചറാണ്, കൃഷി. അഗ്രികൾച്ചറാണ് ഈ രാജ്യത്തിൽ 27% GDP നിലനിർത്തുന്നത്. നമ്മൾ പോണ വഴിയിലൊക്കെ ഒരുപാട് കൃഷിയിടങ്ങൾ ഞങ്ങൾ കണ്ടായിരുന്നു ഈ ഹൈവേയുടെ സൈഡിലായിട്ട്. പിന്നെ നേപ്പാളിലെ മേജർ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് എന്ന് പറയുന്നത് കാഠ്മണ്ഡു വാലി, പോക്ര നിങ്ങൾ കേട്ടിട്ടില്ലേ? യോദ്ധ സിനിമയിൽ കുട്ടിമാമ പോക്രക്ക് പോയേക്കണേന്ന് കേട്ടിട്ടില്ലേ? ആ പോക്ര. പിന്നെ ചിറ്റ്വാൻ നാഷണൽ പാർക്ക്, പിന്നെ ലുംബിനി, പിന്നെ ഈ പറയുന്ന എവറസ്റ്റ് റീജിയൻസ്. ഇതൊക്കെയാണ് മെയിൻ നേപ്പാളിൽ നിങ്ങൾ കാണേണ്ട മെയിൻ അട്രാക്ഷൻസ്. പിന്നെ നിങ്ങൾ റൈഡേഴ്സാണ്, നിങ്ങൾ ബൈക്കിനാണ് വന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റാങ്ക് എന്ന് പറയുന്ന, മുസ്താങ്ക് അല്ലെങ്കിൽ മസ്റ്റാങ്ക് നിങ്ങൾക്ക് എങ്ങനെയും പറയാം, അതിനെ പ്രൊനൗൺസ് ചെയ്യുക. ഈ സ്ഥലം നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് പോയിരിക്കേണ്ട സ്ഥലമാണ്. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റിയില്ല. ആ മസ്റ്റാങ്ക് സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലഡാക്ക് ഫീലാണ് മസ്റ്റാങ്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ളത്. നമ്മളെ സംബന്ധിച്ച് നേപ്പാളിലേക്ക് നമ്മളൊരു റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ മെയിനായിട്ട് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ റീജിയൻസ് മെയിനായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക, നേപ്പാൾ ഓവർവ്യൂ മൊത്തത്തിലൊന്ന് എടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിലൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ അനുഭവങ്ങളൊക്കെ നമുക്ക് നേരിട്ട് അറിയണമെന്നുള്ളത്. ഇനി നേപ്പാളിൽ പോകണമെങ്കിൽ നമ്മൾ മെയിനായിട്ട് റിസർച്ചൊക്കെ ചെയ്ത് ഇതുപോലുള്ള സ്ഥലങ്ങൾ, അതായത് ടൂറിസ്റ്റുകൾക്ക് കാണാൻ വേണ്ടിയുള്ള സ്ഥലത്തേക്കൊക്കെ ആയിരിക്കും നമ്മളിനി പോകാനായിട്ട് ഉദ്ദേശിക്കണം. നമ്മളിതെന്ന് പറഞ്ഞാൽ ഒരു അച്ചടക്കവും ഇല്ലാതെ ഒരു ഫീലില്ലാതെ കുറച്ച് കാശായിട്ട് ഇറങ്ങി തിരിച്ചൊരു ട്രിപ്പാണ്. അതിൻ്റേതായിട്ടുള്ള നല്ലതും ചീത്തതുമായിട്ടുള്ള എല്ലാം നമുക്ക് ഇതിൽ നിന്ന് ആസ്വദിക്കാൻ പറ്റി എന്നുള്ളതാണ് മറ്റൊരു സ്പെഷ്യാലിറ്റി. അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് ഒരു സ്ഥലം എത്തിയപ്പോഴത്തേക്ക് നമുക്ക് ഒരു ചെറിയൊരു ചായക്കട ഒരു ഫീല് കിട്ടി. നമ്മളവിടെ ലെഫ്റ്റിൽ വണ്ടി ഒതുക്കി നമ്മളവിടെ നിന്ന് ചായ പരിപാടിയാക്കി. ചായ മാത്രമേ കുടിച്ചുള്ളൂ. അവിടെ നിന്ന് ചായ വലിയ സീൻ ഉണ്ടായിരുന്നില്ല, കലിപ്പില്ല, ചായ സീനില്ല, പരിപാടിയാക്കാം. ആദ്യത്തെ ചായയാണിത്. ഇത് കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. പിന്നെ ആദ്യമായിട്ടാണ് ഞങ്ങൾ ട്രിപ്പ് വന്നിട്ട് ചില്ല് ഗ്ലാസ്സിൽ ചായ കുടിക്കാൻ പോകാം. വീഡിയോ കോളില് അതുപോലെ തന്നെ നേപ്പാളിൽ 10 ദിവസത്തേക്കുള്ള കുടിച്ചിട്ടെങ്ങനെയുണ്ട് അപ്പൂസേ? കാണാൻ ഉദ്ദേശിക്കണം. അതിനകത്ത് ആദ്യത്തെ സ്ഥലത്ത്
അങ്ങനെ അവിടെ നിന്ന് ചായം കുടിച്ച് അവിടെ നിന്ന് നമ്മൾ യാത്ര തിരിച്ച് നമ്മൾ പിന്നെ പോകുന്തോറും ഇരുട്ടാൻ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ നമ്മളൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ നമ്മൾ രാത്രി ആവുന്നതിന് മുമ്പായിട്ട് ഒരു ഹോട്ടലിൽ കയറി നമ്മൾ ഫുഡ് അടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളൊന്നും ഞാൻ പകർത്തിയിട്ടില്ല, എന്നാലും ചെറിയൊരു ഗ്ലിംസ് കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മൾ ഈ ഇന്ത്യ ബോർഡർ കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പോണ വഴിയിലൊക്കെ ഇവിടുത്തെ ഒരു റീജിയൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളേൽ ഒരു 10 വർഷം പുറകിലാണ് ഇവരൊക്കെ സഞ്ചരിക്കണം. ഞാൻ നേപ്പാളിന് ഒറ്റടങ്കം പറയണില്ല, ഈ ഒരു മേഖല, ഈ കക്കർബിട്ട എന്ന് പറയുന്ന ഈ ഒരു ഹൈവേ മേഖല നമ്മളതിൽ ഒരു 10 വർഷം പുറകിലാണ്. അതിപ്പോൾ എന്ത് തന്നെയാണെങ്കിലും, ഇലക്ട്രിസിറ്റി ആണെങ്കിലും ഫെസിലിറ്റി ആണെങ്കിലും. നമ്മൾ ലോഡ്ജിൽ കയറിയിട്ട് ലോഡ്ജൊക്കെ വളരെ ശോചനീയമായിരുന്നു. പക്ഷേ നമുക്ക് വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ പരിപാടിയാക്കി. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കാനായിട്ടുണ്ടായിരുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ പെട്രോൾ അടിച്ചായിരുന്നു കേട്ടോ. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഇന്ധനം വളരെ മുഖ്യമാണല്ലോ. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നില്ല, ഷോറൂമിൽ കൊടുത്തേക്കണായിരുന്നു വണ്ടി. അങ്ങനെ നമ്മൾ 500 രൂപക്ക് നാട്ടിലായി, അതായത് ഇന്ത്യൻ റുപ്പി 500 രൂപക്ക് പെട്രോൾ അടിച്ച് ഇന്ത്യൻ റുപ്പി നേപ്പാൾ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 500 രൂപ എന്നുള്ളത് 800 രൂപയാവും. അതായത് നമ്മുടെ നാട്ടിലെ 100 രൂപ നേപ്പാളിൽ 160 രൂപയാണെന്ന് സാരം. നേപ്പാളിലും നമ്മുടെ കറൻസിനെയും പറയണ പോലെ റുപ്പി തന്നെയാണ് നേപ്പാളിലും. നമ്മുടെ ഇന്ത്യൻ റുപ്പി അവർക്ക് നേപ്പാൾ റുപ്പി. ഇത് ഒരു നേപ്പാളിയാണ്. നമ്മളിവിടെ ഇന്ത്യയിൽ നിന്ന് വന്നിട്ട് നേപ്പാൾ 800 രൂപ അടിച്ചാലാണ്. നമ്മളിവിടുത്തെ 500 രൂപ എടുത്താൽ മതി. 4.41 ലിറ്റർ കണക്ക് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. നിങ്ങൾ നോക്കിയിട്ട് കണ്ടുപിടിച്ചിട്ട് എൻ്റെ താടിയിൽ കമൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾ ഇന്ത്യയിലുണ്ടാവും. പിന്നെ നേരം കുറേ ഇരുട്ടിയപ്പോഴത്തേക്കും നമുക്ക് മടുപ്പായി. നമുക്ക് ഇനി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനി വൈബ് കിട്ടൂല എന്ന് മനസ്സിലായപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ഒരു ലോഡ്ജിൽ നമ്മൾ റൂം എടുത്തു. അപ്പോൾ ലോഡ്ജിൻ്റെ ഡേ ലൈറ്റിലുള്ള വിഷ്വൽ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ലോഡ്ജിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. ആ ചായക്കടയിൽ നമ്മൾ ചപ്പാത്തിയും അവരുടെ ചെറിയൊരു സബ്ജിയും അടിച്ച്. അപ്പോൾ ആ ഒരു കട എന്ന് പറയുന്നത് വളരെ ഇരുട്ട് നിറഞ്ഞൊരു കടയായതുകൊണ്ട് എനിക്ക് അതിൻ്റെ വിഷ്വൽസും വലുതായിട്ട് പകർത്താൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കുറ്റോ കുറവോ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. പിന്നെ അത്രേ ഉള്ളൂ. വേറെ സെറ്റപ്പൊന്നും ഇതിൽ പറയാനില്ല. ഇനിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഓക്കെ എന്നാൽ ശരി, വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം. നേപ്പാളിലെ ഫസ്റ്റ് ഫുഡാണ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ആയിട്ട് ഇവർ പോപ്കോൺ. നേപ്പാളിലെ ആദ്യത്തെ കട്ടൻ ചായ നല്ല മണമുണ്ട്, നല്ല ഏലക്കയുടെ മണം. നേപ്പാളിലെ ആദ്യത്തെ കട്ടൻ ചായ കടയിലാണോ? അതിലാണ് കൗട്ടുള്ള വൈകിട്ടായി. നമ്മൾ വിചാരിക്കും ഇതാണ് നേപ്പാളിലെ ഒരു സാധനമാണിത്, മധുരമാണിത്. ഞാൻ ഇതിന്റെ പേരിങ്ങനെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും दूध का पेड़ा, उधर भी है पेड़ा. അങ്ങനെ നമ്മ സാധനത്തിന്റെ പേര് അത് എന്താന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നോക്കി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് സാധനത്തിന്റെ പേര് ഇവിടെ കാണിച്ചേക്കാം. കേട്ടാ, പേട.